ബോധിപ്പിക്കുന്ന ഖുർആൻ. ഇങ്ങനെ ഖുർആന്റെ നിയമങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏതാണ് അപ്രസക്തമായിട്ടുള്ളത്? ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ വിഷയവുമായിട്ട് അവസാനിപ്പിക്കാം. പലപ്പോഴും ഇസ്ലാമിലെ വിവാഹമോചനത്തെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരുപാട് പരാതിയാണ്. പ്രാകൃതമായ നിയമമാണ്. ഈ ആധുനിക നിയമമുണ്ടല്ലോ, അതും ഖുർആനിക ഇസ്ലാമിക നിയമങ്ങളും തമ്മിൽ നിങ്ങളൊരു താരതമ്യ പഠനം നടത്തുക. ഇവിടെ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പുരുഷന്മാർക്ക് വിവാഹമോചനം വേണമെങ്കിലും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വിവാഹമോചനം വേണമെങ്കിലും ഫാമിലി കോർട്ടുകളെ സമീപിക്കണം. വാസ്തവത്തിൽ ഇസ്ലാമിക നിയമത്തിനെതിരാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പുരുഷന്മാരുടെ കാര്യത്തിൽ കുറെ നിബന്ധനകളുണ്ട്. ഉപദേശിക്കുക, കിടക്ക പങ്കിടാതിരിക്കുക, പരസ്പരം രണ്ട് വീട്ടുകാരുമായിട്ട് സംസാരിച്ച് പ്രശ്നം തീർക്കാൻ ശ്രമിക്കുക, ഇല്ല എങ്കിലാണ് വിവാഹമോചനം. അതിന് കുറെ നിബന്ധനകളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രണ്ട് അവകാശങ്ങളാണ് നൽകുന്നത്, കൊല്ലും ഫസ്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, എന്റെ ഭർത്താവ് നല്ല വ്യക്തിയാണ്, പക്ഷേ വിരൂപനാണ്, എനിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് വിവാഹമോചനം വേണമെന്ന്. പ്രവാചകൻ അത് അനുവദിച്ചു കൊടുത്തു, വിവാഹമൂല്യം തിരിച്ചു നൽകാൻ പറഞ്ഞു. മറ്റൊന്ന്, ഭർത്താവ് ക്രൂരമായിട്ട് ഭാര്യയോട് പെരുമാറുന്നു, അവഗണിക്കുന്നു, എല്ലാം ചെയ്യുന്നുവെങ്കിലും ഭാര്യയ്ക്ക് വിവാഹമോചനം നേടാം. എന്നാൽ ആധുനിക നിയമം പറയുന്നത് ഇന്ന കാരണങ്ങൾ കൊണ്ട് മാത്രമേ വിവാഹമോചനം പാടുള്ളൂ. അതായത് ഭർത്താവിന് മാനസികമായ അസ്വസ്ഥത, ഭർത്താവിന് പരസ്ത്രീ ബന്ധം, ഭർത്താവിന് ലൈംഗിക ശേഷി ഇല്ലായ്മ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സ്ത്രീയെ സംബന്ധിച്ചും ഇതെല്ലാം തന്നെ പറയണം. ഒരു അഭിഭാഷകന്റെ അടുത്ത് ചെന്നാൽ അഭിഭാഷകൻ ഈ ഗ്രൗണ്ട്സ് നോക്കിയിട്ട് കഥകൾ ഉണ്ടാക്കും. അവിടെ ഏതെങ്കിലും ഒരാളുണ്ടോ അയാളുടെ പേര് പറയാൻ പറയും. പേര് പറഞ്ഞിട്ട് ഈ സ്ത്രീയായിട്ട് ബന്ധപ്പെടുത്തും, അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ പുരുഷനായിട്ട് ബന്ധപ്പെടുത്തും, പുരുഷനാണെങ്കിൽ സ്ത്രീയായിട്ട് ബന്ധപ്പെടുത്തും. ഇതെല്ലാം കേസ് ഫാമിലി കോർട്ടിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ഡോക്യുമെന്റ് ആണ്, ആർക്ക് വേണമെങ്കിലും ലഭിക്കാം. പരസ്യമായിട്ട് കോടതിയിൽ ഇവർ വിചാരണയ്ക്ക് വിധേയരാകും. എന്നിട്ട് ഇവരുടെ ലൈംഗിക വശങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങളെ സംബന്ധിച്ചും ഉത്തരങ്ങളെ സംബന്ധിച്ചും അഭിഭാഷകർ കോടതി വരാന്തയിൽ മനോഹരമായി വർണ്ണിച്ച് സംസാരിക്കും. 10 വർഷത്തോളം കേസ് നടന്നാൽ ചിലപ്പോൾ വിവാഹമോചനം ലഭിക്കാം, അല്ലെങ്കിൽ വിവാഹമോചനം ലഭിച്ചില്ല എന്ന് വരാം. വിവാഹമോചനം ലഭിച്ചിട്ടില്ല എങ്കിൽ അവരുടെ ജീവിതം ദുരന്തപൂർണമായി. കാരണം മാനസികമായി അകന്നവരെ ചങ്ങലകൾ കൊണ്ട് ബന്ധിക്കുക സാധ്യമല്ല, നിയമത്തിന്റെ ചങ്ങലകൾ കൊണ്ട്. ഇവിടെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹമോചന സമ്പ്രദായമാണ് വാസ്തവത്തിൽ ആധുനിക നിയമത്തെക്കാൾ ഉന്നതമായിട്ടുള്ളത്. ക്രിമിനൽ നിയമങ്ങളും അങ്ങനെ തന്നെ. 2 വർഷങ്ങൾക്ക് മുൻപ് സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജി പോലും അറിയാതെ പറഞ്ഞുപോയി, അഴിമതി നടത്തുന്ന ഉദ്യോഗസ്ഥന്മാരെ വിളക്കുകാലിൽ കെട്ടിത്തൂക്കണമെന്ന്. ഏറ്റവും ഭയാനകമായ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2 വയസ്സുള്ള പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുക. ഈ കേരളത്തിൽ 2-3 വർഷങ്ങൾക്ക് മുൻപ് മോർച്ചറിയിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ ഒരു പോലീസ് ഓഫീസർ തന്നെ ലൈംഗികമായിട്ട് ഉപദ്രവിക്കുക എന്ന് വെച്ചാൽ പെരുമാറാം. ഇങ്ങനെ ഒരുപാട് അധാർമികമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ക്രിമിനൽ നിയമത്തെ സംബന്ധിച്ച് പറഞ്ഞാലും ഇസ്ലാമിക നിയമങ്ങളാണ് പ്രസക്തമായിട്ടുള്ളത്. അതുകൊണ്ട് ഒന്ന്, വിശുദ്ധ ഖുർആനും ഇസ്ലാമിക നിയമങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതല്ല, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം പ്രവാചകൻ പറഞ്ഞതാണ് ഹദീസ്, പ്രവർത്തിച്ച് കാണിച്ചതാണ് സുന്നത്ത്. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ വചനങ്ങൾ മാത്രമാണ്. ഈ നിയമങ്ങൾ എക്കാലത്തും പ്രസക്തമായതുമാണ്. ബോയ്സിന്റെ സൈഡിൽ നിന്ന് അടുത്ത ചോദ്യം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ബഷീർ കേട്ടി, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ, മനുഷ്യർ നന്മ ചെയ്യുന്നതിന് വേണ്ടി കെട്ടിച്ചമച്ചതല്ലേ സ്വർഗവും നരകവും എന്ന വാദം പ്രസക്തമല്ലേ? അതുപോലെ തന്നെ മനുഷ്യൻ മണ്ണും ചാരവുമായതിനു ശേഷം വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയുന്നതിൽ എത്രമാത്രം പ്രസക്തിയാണുള്ളത്? അതിനു പകരം നമ്മൾ ഈ ഹ്രസ്വമായ ദുനിയാവ് ആസ്വദിക്കുന്നതല്ലേ കൂടുതൽ ബുദ്ധികരം എന്ന വാദം. 3 ചോദ്യങ്ങളാണ് സഹോദരൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, മനുഷ്യൻ കെട്ടിച്ചമച്ചതല്ലേ സ്വർഗവും നരകവും. 2, കബറുകളിൽ മണ്ണായി തീർന്ന മനുഷ്യനെ വീണ്ടും സ്രഷ്ടാവിന് സൃഷ്ടിക്കാൻ കഴിയും എന്നതിന് എന്താണ് തെളിവ്? 3, ഹ്രസ്വമായി ഈ ജീവിതം ആസ്വദിക്കുകയല്ലേ വേണ്ടത് എന്ന 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടത്. പലപ്പോഴും വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ മനസ്സുകളിൽ പോലും ഈ സംശയമുള്ളത് കൊണ്ട് തന്നെയാണ് തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ അവരെ തയ്യാറാക്കാത്തത്. ആദ്യമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് 13-ാം അധ്യായത്തിൽ 26-ാം വചനത്തിൽ, വമൽ ഹയാത്തു ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മത്താ. പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇഹലോകം എന്ന് പറയുന്നത് ഒരു സുഖാനുഭവമല്ലാതെ മറ്റൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനോഹരമായ ഒരു ഉപമയിലൂടെ പറഞ്ഞു,
ഒരു സാഗരത്തിൽ വിരലുകൾ മുക്കിയെടുത്താൽ വിരൽ തുമ്പിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ജലഗണം മാത്രമാണ് ഇഹലോകം. ആ സാഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന അനന്തമായ ജലഗണങ്ങളാണ് പരലോകം. അപ്പോൾ ഇഹലോകം എന്ന് പറയുന്നത് നശ്വരമാണ്, നശിക്കുന്നതാണ്. പരലോകം എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തതാണ്. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായത്തിലെ 115-ാം വചനത്തിൽ അള്ളാഹു പറയുന്നു, അഫ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ കളിതമാശക്ക് സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടില്ലെന്നും നിങ്ങൾ കരുതുന്നുവോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. വ്യക്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ മരണാനന്തരം നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടും എന്ന് തന്നെയാണ് ഖുർആൻ ഇവിടെ പറയുന്നത്. മറ്റൊരു വചനത്തിൽ ഖുർആൻ പറയുന്നുണ്ട്, 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിൽ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചിരിക്കുന്നത് എന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അപ്പോൾ സൽക്കർമ്മങ്ങൾ ചെയ്യാനാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്ന് വെച്ചാൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. ഫമയ്യഅമൽ മിസ്കാല ദറത്തിൻ ഖൈറ യറ വമയ്യഅമൽ മിസ്കാല ദറത്തിൻ ശർറ യറ. ഒരു അണു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം അതവിടെ കാണും, അതായത് അതിന്റെ പ്രതിഫലം ലഭിക്കും. ഒരു അണു തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷ അതും അവിടെ കാണുമെന്ന് വെച്ചാൽ അതിന്റെ ശിക്ഷ ലഭിക്കും. വിശുദ്ധ ഖുർആനിൽ 52-ാം അധ്യായത്തിലെ 7-8 വചനങ്ങളിൽ പറയുന്നുണ്ട്, ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫിയ. അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ സംഭവിക്കുക തന്നെ ചെയ്യും, അത് തടയാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഖുർആൻ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഉദ്ദേശ ലക്ഷ്യം സാക്ഷാത്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്താൻ മരണാനന്തരം അള്ളാഹുവിന്റെ മുൻപിൽ ഹാജരാക്കപ്പെടും. നന്മകൾക്കനുസൃതമായ പ്രതിഫലം ലഭിക്കും, തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കും. ഇവിടെയാണ് ഈ ചോദ്യത്തിന്റെ പ്രസക്തി. മണ്ണായി തീർന്ന മനുഷ്യനെ അള്ളാഹുവിന് വീണ്ടും സൃഷ്ടിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ എവിടെയാണ് ശിക്ഷയുടെ പ്രസക്തിയുള്ളത്? എവിടെയാണ് പ്രതിഫലം ലഭിക്കാൻ പോകുന്നത്? നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതി. മറിച്ച് മണ്ണായി തീർന്ന മനുഷ്യനെ വീണ്ടും അള്ളാഹു സൃഷ്ടിക്കുമെങ്കിൽ പ്രശ്നം ഗുരുതരമാണ്. ഇത്തരത്തിലുള്ള സംശയം ഒരുപാട് കാലഘട്ടങ്ങളിലെ വ്യത്യസ്ത മനുഷ്യർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ അതിനെ സംബന്ധിച്ച് പലയിടങ്ങളിലും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് 22-ാം അധ്യായത്തിൽ 5 മുതൽ 7 വരെയുള്ള വചനങ്ങളിൽ അള്ളാഹു പറയുന്നു, നിങ്ങളെ ആദ്യം മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് രക്തക്കട്ടയിൽ നിന്നും പൂർണ്ണ വളർച്ചയെത്തിയതും വളർച്ചയെത്താത്തതുമായ മാംസക്കട്ടയിൽ നിന്നും നാമാണ് സൃഷ്ടിച്ചത്. കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വിശദീകരിക്കുന്നത്. നാം ഉദ്ദേശിക്കുന്നവരെ ഒരു നിശ്ചിത കാലാവധി വരെ ഗർഭപാത്രത്തിലാക്കുന്നു. പിന്നീട് അവർ ശിശുക്കളായി പുറത്തു വരുന്നു. ചിലർ പ്രായപൂർത്തി എത്തുന്നതിന് മുൻപ് മരണപ്പെടുന്നു. മറ്റു ചിലരാകട്ടെ പടുവാർദ്ധക്യത്തിലേക്ക് തള്ളപ്പെടുന്നു. എല്ലാം അറിഞ്ഞ ശേഷം ഒന്നും അറിയാത്തവരായിട്ട്. എന്നിട്ട് 7-ാം വചനത്തിൽ അള്ളാഹു ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. അന്ത്യദിനം സംഭവിക്കുകയില്ല എന്നും കുഴിമാടങ്ങളിൽ കിടക്കുന്നവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കില്ല എന്നും നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവോ? അള്ളാഹു ഒരു വെല്ലുവിളി നടത്തുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അള്ളാഹു ഉണ്ടെന്ന് പറയുന്ന സന്ദർഭങ്ങളിലും മണ്ണായിത്തീർന്ന മനുഷ്യനെ വീണ്ടും അള്ളാഹുവിന് സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഘട്ടങ്ങളിലും വിശുദ്ധ ഖുർആൻ അവന്റെ സൃഷ്ടി വൈഭവത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നു. എന്തുകൊണ്ടാണ്? അതിനുള്ള ഉത്തരം വിശുദ്ധ ഖുർആൻ 30-ാം അധ്യായത്തിൽ 27-ാം വചനത്തിൽ നൽകുന്നുണ്ട്. വഹുവല്ലദീ യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു വഹുവ അഹ്വനു അലൈഹി. ആദ്യ സൃഷ്ടി നടത്തിയവന് വീണ്ടും സൃഷ്ടിക്കുക എളുപ്പമുള്ളതാണ്. എത്ര യുക്തിഭദ്രമായ സമീപനമാണ്! ആദ്യമായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. കമ്പ്യൂട്ടർ ഉണ്ടാക്കിയാൽ വീണ്ടും അതുപോലെയൊന്നും ഉണ്ടാക്കുക എളുപ്പമാണ്. ആദ്യമായിട്ട് കാർ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുപോലെയൊന്ന് വീണ്ടും ഉണ്ടാക്കുക എളുപ്പമാണ്. അപ്പോൾ അള്ളാഹുവാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്കിൽ വീണ്ടും അള്ളാഹുവിന് നമ്മെ ഉണ്ടാക്കുക എളുപ്പമാണ്. അള്ളാഹു എല്ലാം സൃഷ്ടിച്ചത് എങ്കിൽ അള്ളാഹുവിന് ഉണ്ടാക്കാനും സാധിക്കില്ല. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിലെ ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദമ ഖലഖഹു സും. ഈസയുടെ ഉപമ ആദമിനെ പോലെയാണ്. കളിമണ്ണിന്റെ സത്തയിൽ നിന്നും ആദമിനെ സൃഷ്ടിച്ചിട്ട് കുൻ ഫയക്കൂൻ, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി. അപ്പോൾ അള്ളാഹു പറയുന്നത് നാമാണ് നിങ്ങൾ ഉണ്ടാക്കിയത്. അതിനെന്താണ് തെളിവ്? അറബിയിൽ ഒരു ചൊല്ലുണ്ട്, മൻ അറഫ നഫ്സഹു അറഫ റബ്ബഹു. സ്വന്തം ശരീരത്തെ അറിഞ്ഞവൻ